വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ നാടും വീടും നാട്ടിലെ വഴികളും ഒക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇത് നമ്മൾ വൈകുന്നേരം സ്ഥിരമായിട്ട് മാങ്ങ പെറുക്കാൻ പോകുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് മാത്രമല്ല ഒരു 2-3 സ്ഥലത്തുനിന്ന് കൂടി പെറുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മാങ്ങയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീഴുന്നത് എല്ലാം നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒന്നും മാങ്ങയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ അംബികേച്ചീൻ്റെ പയറിൻ്റെ കൃഷിയാണ്. അപ്പോൾ പയർ കൃഷി കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പയർ കൃഷി മാത്രമല്ല, എനിക്ക് വഴുതനയും തക്കാളിയും ഒക്കെ ഉണ്ട്, അതുകൂടി നീ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വലിയ വഴുതനയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തക്കാളിയും വഴുതനയും മുളകും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ തക്കാളിയൊക്കെ കുറേ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ കേട് വന്ന് തുടങ്ങുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്നും പഴുത്തിട്ടില്ല, പച്ച തക്കാളിയായിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴത്തെ വളപ്പ് പോയിട്ട് അവിടെ നിന്ന് വെറുക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പം നമുക്ക് ഈ വാഴത്തോട്ടത്തിൽ കൂടെ വേണം കേട്ടോ അടുത്ത മാവിൻ്റെ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ട് കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മാങ്ങ വീഴുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മഴക്കാലത്ത് നമുക്ക് നല്ല കണ്ണിമാങ്ങ അച്ചാറും ഉപ്പിലിട്ടതൊക്കെ കൂട്ടി ചോറിനാൻ നല്ല രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അപ്പുറത്തെ ഇല്ലത്തേക്കാണ്. അവിടെ ഞങ്ങൾ മാങ്ങ പെറുക്കുമ്പോൾ നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വയലിൽ നെൽകൃഷിയൊന്നുമില്ലല്ലോ, കറ്റയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പശുവും കൊച്ചകളും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് നടത്തമൊക്കെ തുടങ്ങാനുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് അതിലേക്ക് നടക്കാൻ പറ്റുമോ. പിന്നെ ഇവിടെ കുറേ മാവും തേക്കും ഒക്കെയാണ്, മൊത്തം ഇലയാണ് കേട്ടോ. ഈ ഇലേൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് കഷ്ടപ്പെട്ട് മാങ്ങയൊക്കെ പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ നേരെ മാങ്ങയൊക്കെ പെറുക്കി അവരെ കുളപ്പുരേൻ്റെ അതിലെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്, ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്ന് കേട്ടോ. വെള്ളമൊന്നുമില്ല ഇപ്പോൾ. നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും ഇതിൽ, നല്ല ഭംഗിയാണ് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് ഇതാ അങ്ങനെ വരുമ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ അഭ്യാസമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നിന്നെ കാണുന്നൊന്നുമില്ല, എന്നാലും നീ ഒരു ഹായ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വരുന്ന വഴി കുറേ അടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കൂടുതൽ അടയ്ക്കയാണ്, തേങ്ങ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. നമ്മളൊക്കെ പുറത്തുനിന്ന് മേടിക്കാറാണ് തേങ്ങ. കാരണം ഇവിടെ കഴുങ്ങാണ് കൂടുതൽ, തെങ്ങ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടും നാട്ടിലെ വഴികളും ഒക്കെ ഇതാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഫോറസ്റ്റിലാണോ താമസം എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കാണുന്നവർക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് നമ്മുടെ സ്വന്തം പിങ്കി മോളാണ് കേട്ടോ. താങ്ക്